അനശ്വര കഥകളി നടൻ ചെന്നിത്തല ചെല്ലപ്പൻ പിള്ളയുടെ 26ാമത് വാർഷികാനുസ്മരണം 8-ന് ചെന്നിത്തല മഹാത്മാ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. അനുസ്മരണ സമ്മേളനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. അനശ്വരനായ കഥകളി നടൻ ചെന്നിത്തല ചെല്ലപ്പൻ പിള്ളയുടെ 26ാമത് വാർഷിക അനുസ്മരണം 8-ാം തീയതി ചെന്നിത്തല മഹാത്മാ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിനനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനവും 8-ാം തീയതി ഡിസംബർ 8-ാം തീയതി ഞായറാഴ്ച 10 മണി മുതൽ തുടങ്ങുകയാണ്. ഈ വർഷം ജേതാവായി നമ്മുടെ കഥകളി നടൻ ചാത്തന്നൂർ നാരായണപിള്ളയ്ക്ക് ചെന്നിത്തല ചെല്ലപ്പൻ പുരസ്കാരം സമർപ്പിക്കുന്നതാണ്. ഓയൂർ രാജേന്ദ്ര ഗോപിനാഥിന് ഒരു പുരസ്കാരവും നൽകുന്നു. തുടർന്നുള്ള സമ്മേളനത്തിൽ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, MP കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ വിജയൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഉള്ള സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ചെന്നിത്തല ചെല്ലപ്പള്ളയുടെ ഒരു അനുസ്മരണത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ കാര്യങ്ങളെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഒരു സ്മരണീയ പ്രകാശനം കൂടി ഈ അവസരത്തിൽ നടത്തുന്നുണ്ട്. കാരണം ഈ എല്ലാ പരിപാടികളിലും അനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും അവരെ പുരാണ കലകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് അവരിവിടെ ചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ചെന്നിത്തല പുരസ്കാരം പ്രശസ്ത കഥകളി നടൻ ശ്രീ ചാത്തന്നൂർ നാരായണപിള്ളയാണ് നൽകുന്നത്. അതോടുകൂടി തന്നെ നമ്മുടെ അന്തരിച്ച കഥകളി ചെന്നിത്തല ചെല്ലപ്പള്ളയുടെ 100ാം ജന്മദിനം പ്രമാണിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മശതാബ്ദി പുരസ്കാരം നൽകുന്നുണ്ട്. കഥകളി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അഡ്വക്കേറ്റ് മൂഴൂർ രാജേന്ദ്ര ഗോപിനാഥന് നൽകാനും തീരുമാനിച്ചിരിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാധാരണഗതിയിലെ നമ്മുടെ കൂടെ നടത്താറുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ സാഹിത്യ രംഗത്ത്, അതായത് സംഗീത സംവിധാന രംഗത്ത് ഇപ്പോൾ വളരെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്ന ശ്രീ സജിത് കാരായ്മ, അതുപോലെ തന്നെ കവയത്രിമാരായ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അക്ഷരസദസ്സിലെ സാന്നിധ്യമായ സുഭദ്രക്കുട്ടിയമ്മ, ഉഷ അനാമിക എന്നിവർക്കും എന്നിവരെയും നമ്മളിപ്പം ഇവിടെ വെച്ച് ആദരിക്കുന്നു. സ്മരണിക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ കഴിഞ്ഞ വർഷം തന്നെ ഇറക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷെ ആ സമയത്ത് ഇറക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്രാവശ്യം എല്ലാ ആനുകാലികമായ സാംസ്കാരിക പൈതൃകങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സ്മരണിക ഇറക്കുന്നത്. അത് എപ്പോഴും ഈ ഇദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ കുടുംബിയായ ചെന്നിത്തല ചെല്ലപ്പള്ളയുടെ നാമധേയത്തിൽ അത് ഇറക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ദിവസത്തിൽ തീരുമാനമെടുത്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്മരണിക ഇറക്കുന്നത്. ഏറ്റവും കുറ്റമറ്റ രീതിയിലാണ് പറയുന്നത് തീരുമാനമെടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പം മുമ്പ് സെക്രട്ടറി പ്രസിഡന്റ് സൂചിപ്പിച്ചുള്ളത് എല്ലാ പരിപാടികളും കുട്ടികളുടെ അഭിരുചി, പ്രത്യേകിച്ച് കലാ സാംസ്കാരിക രംഗത്തെ അവരെ വളർത്തിക്കൊണ്ട് വരുന്ന ലക്ഷ്യങ്ങൾ ഈ ഒരു സാംസ്കാരിക സമിതിക്കുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ അവിടെ ചട്ടമേളവും ഡാൻസ് ക്ലാസും മറ്റുള്ള അനുബന്ധമായ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പരിപാടികളും മുൻപ് അവിടെ ചെയ്തു വരുന്നുണ്ട്. രാവിലെ 10 മണിക്ക് പുഷ്പാർച്ചനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം, ഉപന്യാസ മത്സരം, കഥകളി ക്വിസ് എന്നിവ നടത്തും. ഉച്ചയ്ക്ക് 2-ന് കഥകളി കോപ്പ് പ്രദർശനം നടക്കും. 3:30-ന് രാംകുമാറും സംഘവും കലാസമിതി വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നടത്തുന്ന പഞ്ചാരിമേളം, വൈകിട്ട് 4-ന് ചെന്നിത്തല മഹാത്മാ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവയും നടക്കും. തുടർന്ന് 4:30-ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കലാസമിതി പ്രസിഡന്റ് ഗോപി മോഹനൻ നായർ അധ്യക്ഷത വഹിക്കും. അനുസ്മരണ സമ്മേളനത്തിൽ കഥകളി നടൻ ചാത്തന്നൂർ നാരായണപിള്ളയ്ക്ക് 23ാമത് ചെന്നിത്തല ചെല്ലപ്പൻപിള്ള പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിൽ ചെന്നിത്തല ചെല്ലപ്പൻപിള്ളയെക്കുറിച്ച് സുഹൃത്തുക്കൾ പങ്കുവച്ചിട്ടുള്ള കുറിപ്പുകൾ ചേർത്ത് ഒരുക്കിയിട്ടുള്ള സ്മൃതി പത്മം എന്ന സ്മരണിക കൊടിക്കുന്നിൽ സുരേഷ് MP ഗോപൻ ചെന്നിത്തലയ്ക്ക് നൽകി പ്രകാശനം ചെയ്യും. തുടർന്ന് കഥകളി ഗുരുവിൻ്റെ ജന്മശതാബ്ദി പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അഡ്വക്കേറ്റ് മൂഴൂർ രാജേന്ദ്ര ഗോപിനാഥിന് സമ്മാനിക്കും. സംഗീത സംവിധാന രംഗത്ത് പുത്തൻ ഉണർവുമായി എത്തിയിട്ടുള്ള സജിത്ത് കാവ്യസമാഹാരങ്ങൾ രചിച്ച് പ്രകാശനം ചെയ്തും അക്ഷരശ്ലോക സദസ്സുകളിലെ നിറസാന്നിധ്യവുമായി മാറുകയും ചെയ്തിട്ടുള്ള സുഭദ്രക്കുട്ടിയമ്മ, ഉഷ അനാമിക എന്നിവരെയും ആദരിക്കും. ചെന്നിത്തല തൃപ്പനന്തുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ മത്സര വിജയികൾക്ക് സമ്മാനം നൽകും.
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പടകത്തിൽ, രാജേന്ദ്ര പ്രസാദ് അമൃത, രാജീവ് വൈശാഖ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തും. കലാസമിതി സെക്രട്ടറി ജി ഹരികുമാർ സ്വാഗതവും വിശ്വനാഥൻ നായർ നന്ദിയും പറയും. തുടർന്ന് ഡാൻസർ സൗമിനി മനോജിന്റെ സംവിധാനത്തിൽ നൃത്തസന്ധ്യയും അംബരീഷ ചരിതം കഥകളിയും അരങ്ങേറും. കലാസമിതി പ്രസിഡന്റ് ഗോപി മോഹനൻ നായർ, സെക്രട്ടറി വിശ്വനാഥൻ നായർ, ജോയിന്റ് സെക്രട്ടറി ജി ഹരികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, മാന്നാർ.